ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ആ കാണുന്ന വലിയ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത്. ആദ്യം ദേശീയപാതയിൽ വീണു. അതിനുശേഷം അവശേഷിക്കുന്ന മണ്ണും കല്ലും ചെളിയുമെല്ലാം താഴെ താമസിച്ചിരുന്ന വീടുകൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. 6 വീടുകൾക്ക് മുകളിലാണ് മണ്ണ് വന്ന് വീണത്. ഇതിൽ ബിജുവും അതോടൊപ്പം തന്നെ സന്ധ്യയും താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നു. മറ്റു വീടുകളിലൊന്നും ആളുകൾ ഉണ്ടാകാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാകുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടം, പഞ്ചായത്തൊക്കെ ഇടപെട്ട് ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. കാരണം ഇന്നലെ തന്നെ ഇവിടെ ഒരു അപകട ഭീതി ഉണ്ട് എന്ന കാര്യം പ്രാദേശികമായി ആളുകൾ തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടിമാലിക്കാരുടെ ഹൃദയം തകർത്താണ് കൂറ്റൻമല ഇടിഞ്ഞിറങ്ങിയത്. ഒരു പ്രദേശമാകെ മണ്ണിനടിയിലായി. ദേശീയപാതയോട് ചേർന്നുള്ള വീടുകൾ മൺകൂനകളായി മാറി. വിണ്ടുകീറിയ കുന്ന് ഇടിഞ്ഞിറങ്ങുമെന്ന ആശങ്കയിൽ പലരും നേരത്തെ തന്നെ പലായനം ചെയ്തു. എല്ലാം സുരക്ഷിതമെന്ന് കരുതിയ ശനിയാഴ്ച രാത്രി 10 മണിയോടെ ദുരന്ത വാർത്തയെത്തി. ആരോ മണ്ണിനടിയിലുണ്ട്. ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചു. അനാസ്ഥയുടെ മൺകൂന മൂടിയത് മനുഷ്യനെ. ഭൂമി പിളർന്ന് പതിക്കും പോലെ 7 വീടുകൾ മണ്ണായി മാറി. മണ്ണിലകപ്പെട്ടത് ആരൊക്കെയെന്നായിരുന്നു പിന്നീടുള്ള ആശങ്ക. കലങ്ങിയ കണ്ണുകളും ഇരുട്ടുമൂടിയ വഴികളും താണ്ടി നാടൊന്നാകെ തിരഞ്ഞു. മണ്ണിടിച്ചിൽ ഹൃദയഭേദകമായ ഒരു വേദനയാണ്. നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങളിലേക്കാണ് ഇന്നലത്തെ രാത്രിയിൽ മലയിടിഞ്ഞത്. അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ഇരയായി മാറിയ 22ഓളം വരുന്ന കുടുംബങ്ങളുടെ നെഞ്ചിലാണ് ഒരിടുത്തിയായി ആ മല വന്നു പതിച്ചത്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർത്തുകളഞ്ഞ മണ്ണിടിച്ചിൽ. അടിമാലി ലക്ഷം വീട് ഉന്നതിക്ക് സമീപത്തെ ബിജുവിനെയും സന്ധ്യയെയും കാണാനില്ല. മണിക്കൂറുകൾക്കുള്ളിൽ ഫയർഫോഴ്സ് അടക്കമുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സ്ഥലത്തെത്തി. ഇവിടെ തന്നെ ഇരുന്നത് മണ്ണും കല്ലും വന്ന് ചാടി വീടിന് മേലേക്ക് വീട് ഇരുന്ന് പോവുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആ സമയമായപ്പോൾ ഭയങ്കരമായിട്ടൊരു പൊട്ടുന്ന ഒരു സൗണ്ടോ എന്തോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു ഓടി വരുമ്പം ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു. ഇലക്ട്രിക് ലൈൻ പൊട്ടിയിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റായിരുന്നു. നമ്മൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് വരുമ്പോൾ ഒരു പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതായത് അങ്ങോട്ട് മാറിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം വിളിച്ചു, വാ ഇവിടെ താമസിക്കണ്ട, ഇവിടുന്ന് എല്ലാവരും മാറിയേക്കുക. ആ വീട്ടുകാരെയൊക്കെ ഞങ്ങൾ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറിയെന്ന് പറഞ്ഞായിരുന്നു. അന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വീടിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത്. എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ നല്ല കരച്ചിൽ കേൾക്കായിരുന്നു, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് അയ്യോ എന്ന് കരയുമ്പോൾ അവിടെ NHന്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. നിങ്ങളോടി രക്ഷപ്പെട്ടോളാൻ എന്നോട് പറഞ്ഞത്. പിന്നീടുള്ള മണിക്കൂറുകൾ ബിജുവിനും സന്ധ്യയ്ക്കും വേണ്ടിയുള്ള തിരച്ചിൽ. പ്രതികൂലമായി നിന്ന ഇരുട്ടും മണ്ണുമൂടിയ വഴികളും രക്ഷാപ്രവർത്തനത്തിന്റെ ദൈർഘ്യം കൂട്ടി. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് ഇടിഞ്ഞ് ഇന്നലെ മുതൽ വിണ്ട് കയറിയിരിക്കുമായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ വലുതായിട്ട് വിണ്ട് കയറിയപ്പം നമ്മൾ തന്നെ പോയി കയറി കണ്ട് അതിന് ഭയാനകമായ അവസ്ഥയായതുകൊണ്ടാണ് ഇവരെ ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചത്.
ഇനിയും മണ്ണിടിയാൻ സാധ്യത മണ്ണിടിയാൻ സാധ്യതയുണ്ട്. മണ്ണിടിയാൽ അതിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പോയാലും മണ്ണിടിഞ്ഞ് വരും. കാരണം ഈ താഴേക്ക് ഇടിയാനുള്ള വീടുകളൊക്കെ പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുന്നിലേക്ക് ഇനി നല്ലാതെ മഴ പെയ്താൽ ഇതിനേക്കാളും ഭയാനകമായി ദേശീയപാത പല സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ വൈകുന്നേരം നടത്തിയിരുന്നു. വീണ്ടും മണ്ണ് മാറ്റിയിരുന്നു. ഇന്ന് കാലാവസ്ഥ അനുകൂലമായിരുന്നു. പിന്നീട് ക്യാമ്പിലേക്ക് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നവരാണ് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായത് ഈ തകർന്ന കെട്ടിടത്തിലാണ് രണ്ടുപേരും കുടുങ്ങിക്കിടന്നത് എന്നുള്ളതായിരുന്നു. ഈ കെട്ടിടത്തിന്റെ വലിയ ബീം ബിജുവിൻ്റെയും സന്ധ്യയുടെയും മേളിലേക്ക് പതിച്ചിരുന്നു. അതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തകരെത്തി രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചപ്പോൾ സന്ധ്യയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും ബിജുവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. പിന്നീട് ഡോക്ടർ എത്തി വൈദ്യപരിശോധന നടത്തി. ആ വൈദ്യപരിശോധനയിലും സന്ധ്യയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വലിയ ബീം അറുത്തുമാറ്റി ഇവരെ പുറത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം എന്ന് പറയുന്നത്. 5.5 മണിക്കൂറിന് ശേഷമാണ് സന്ധ്യയെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 4:30 കഴിഞ്ഞു ബിജുവിൻ്റെ മൃതദേഹം ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാൻ. അറിഞ്ഞെത്തിയ ജനപ്രതിനിധികളും നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ അണിചേർന്നു. എല്ലാം അവസാനിച്ചുവെന്ന ആശങ്കയ്ക്കിടെ പ്രതീക്ഷയുടെ ശബ്ദമുയർന്നു. സന്ധ്യയുടെ നിലവിളി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടി. ചേട്ടന്റെ കാര്യം ചേച്ചിയുടെ കാര്യം കൂടിയായിട്ട് പിണങ്ങി നിൽക്കുക. അതുകൊണ്ടാണ് ഒരു രീതിയിൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. വലിച്ചു നോക്കി ചേട്ടന് ചേച്ചിക്ക് ജീവനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സന്ധ്യയെ പുറത്തെത്തിക്കുമ്പോൾ നേരം പുലരാറായി. സന്ധ്യയുമായി ആംബുലൻസ് ശരവേഗത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക്. വീട്ടിൽ ദയനീയാവസ്ഥയാണ്. വലിയ കാര്യമായിട്ടൊരു ചെറിയ വീട് ബുദ്ധിമുട്ടി ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 50 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇവിടെ മൊത്തം. 2 വീട്ടുകാർ കൂടി, അനിയനും ചേട്ടനും പെങ്ങൾക്കും കൂടി ഉള്ളതാണ്. വീട്ടിലായിരുന്നോ ഇവര്? ബാക്കി മക്കളെയൊക്കെ വീട്ടിലേക്ക് മാറ്റിയിരുന്നോ? മക്കൾ 2 പേരുണ്ടായിരുന്നു. എൻ്റെ മകൾക്ക് ബിജുവിന്. അതിൽ മൂത്തല്ല രണ്ടാമത്തെ മകൻ. വീട്ടിൽ ഇന്ന് ഇവരെ ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഇവർ മാറിയത്? അങ്ങോട്ട് വീട്ടിലെ കുട്ടികളൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു? കുട്ടികളാരും വന്നില്ല. ഒരു കുട്ടി തിരുവനന്തപുരത്ത് ക്യാൻസറായിട്ട് RCCയിൽ കഴിഞ്ഞ വർഷം മരിച്ചു. 1 വർഷം പോവുക. മകള് കോട്ടയത്ത് കങ്ങഴയിലാണ് പഠിക്കുന്നത്. അവിടെ കോളേജിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നു. ഇവര് വീട്ടിലേക്ക് വന്നിരുന്നില്ലേ സന്ധ്യയും ബിജുവും? വീട്ടിൽ അവിടെ ഒന്ന് ഇങ്ങോട്ട് പോകുന്നു. ആഹാരം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അന്നേരമാണ് ഈ സംഭവം. ഇനി അവശേഷിക്കുന്നത് ബിജുവാണ്. മണിക്കൂറുകൾ പിന്നെയും എടുത്തു. ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം വീട്ടുപകരണങ്ങളും പ്രതിബന്ധമായി. പുലർച്ചയോടെ ബിജുവിനെ കണ്ടെത്തുമ്പോൾ ജീവൻ അവശേഷിക്കുന്നുണ്ടോ എന്നത് സംശയം മാത്രമായി മാറി. ജീവനക്കാർ വളരെ സാഹസികമായിട്ട് അകത്ത് കയറി സ്വന്തം ജീവൻ പോലും അപകടത്തിൽ വരുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ നമ്മളൊരു ജീവനെ രക്ഷപ്പെടുത്താൻ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ 6 മണിക്കൂറോളം ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. വളരെ മോശം അവസ്ഥയായിരുന്നു. ഇവിടെ മണ്ണിടിഞ്ഞ് വളരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് ഒരിടത്ത് കാലത്ത് നിന്ന് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ബീമിനകത്ത് അടിയിലായിരുന്നു ഇവർ 2 പേരും. ബീം ഉണ്ടായിരുന്ന കട്ടിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലമാര ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ജാമായി കിടന്ന അവസ്ഥയായിരുന്നു. കോൺക്രീറ്റ് വീടാണ്. അപ്പോൾ ആ ഒരു ഭാരം മൊത്തം ഈ അകത്തേക്കായിരുന്നു വരുന്നത്. അപ്പോൾ ജീവനക്കാർ വന്നപ്പോൾ തന്നെ ഈ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ജാക്കി വെച്ച് സൈഡ് ഉയർത്തി അവരെ സേഫ്റ്റി കൂടെ നോക്കിക്കൊണ്ട് ആണ് അകത്ത് കയറുന്നത്. 6, 7, 8, 10ഓളം ജീവനക്കാരകത്ത് കയറി ഈ ചെറിയ ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഹാമറൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സേഫായിട്ട് ഇവർക്ക് ആ സമയത്ത് ഫസ്റ്റ് എയ്ഡും സന്ധിക്കും കൊടുത്തുകൊണ്ടാണ് നമ്മളത് പുറത്തെടുക്കാൻ സാധിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ബിജുവിന്റെ മരണം സ്ഥിരീകരിച്ചു. ഒരുമിച്ച് വീട്ടിലേക്ക് കയറിപ്പോയ ദമ്പതികളെ ദുരന്തം 2 വഴിക്കാക്കി. വിദഗ്ധ ചികിത്സയ്ക്കായി സന്ധ്യയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാർ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് സന്ധ്യയുടെ 2 കാലുകൾക്കും മുട്ടിന് താഴെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇടത് കാലിന്റെ ആണ് ഗുരുതരമായിട്ടുള്ള പരിക്കുള്ളത്.
ഗുരുതരമായ പരിക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇടത് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള 2 എല്ലുകളും വിവിധ ഭാഗങ്ങളിൽ ചതഞ്ഞരഞ്ഞു പോയിരിക്കുകയാണ്. ഒപ്പം താഴേക്കുള്ള രക്തക്കുഴലും മുറിഞ്ഞിട്ടുണ്ട്. രക്തക്കുഴലിന് ഗുരുതരമായിട്ടുള്ള ചതവ് സംഭവിച്ചതുകൊണ്ട് താഴേക്കുള്ള രക്തഓട്ടം നിലച്ചിരിക്കുകയാണ്. ആ രക്തഓട്ടം ശരിയാക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ശരിയാകുകയാണെങ്കിൽ പിന്നെ ബാക്കി ഈ നമ്മുടെ ചതഞ്ഞറിഞ്ഞ ഈ ബോണിന്റെ പോർഷൻസ് എല്ലാം ശരിയാകും. നമുക്കറിയാവുന്ന പോലെ ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രി 9:30-ക്കാണ്. പുലർച്ചെ 3 മണി 3:30 ഈ സമയത്തിനിടയിലാണ് സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകൾ നീണ്ടുപോയതാണ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം എന്നത്. മാത്രമല്ല ഈ സന്ധ്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സന്ധ്യ അർത്ഥബോധാവസ്ഥയിലായിരുന്നു. ഡോക്ടർമാരോട് പ്രതികരണം ഒക്കെ തന്നെ സന്ധ്യ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ഭർത്താവ് ബിജു മരിച്ച വിവരം സന്ധ്യ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ഈ സമയം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ. മണ്ണിടിഞ്ഞ് വീണു. പക്ഷേ തുടർച്ചയായിട്ട് ഇപ്പോഴും അവിടെ ഒരു വിള്ളൽ രൂപാന്തരപ്പെട്ടതായിട്ടും അവിടെ അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇതിനൊരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. അതിന് NHന്റെയും PWDയുടെയും അതോടൊപ്പം ലോക്കൽ LSTDയുടെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ സോയിൽ കൺസർവേഷൻ, ജിയോളജി, അങ്ങനെ എല്ലാ വിഭാഗവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇമ്മീഡിയറ്റായിട്ട് 2 ദിവസം കൊണ്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യത, എങ്ങനെയായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ അവിടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും NHAക്ക് കൊടുക്കുന്നുണ്ട്. സന്ധ്യയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അവരുടെ വേദന ശരീരത്തിനേറ്റതിനേക്കാൾ വലുതാണ്. കാരണം 1 വർഷം മുൻപ് ക്യാൻസർ കവർന്നെടുത്ത മകന്റെ ഓർമ്മകൾ മായും മുൻപേ മണ്ണിന്റെ രൂപത്തിൽ വീണ്ടും ഒരു ദുരന്തം അവരുടെ ജീവിതം തകർത്തിരിക്കുന്നു. വലിയൊരു വീടിന്റെ ബീം ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് പതിച്ചു. ബിജുവിൻ്റെ ദേഹത്തേക്കാണ് ഈ ബീം പതിച്ചത്. അതോടൊപ്പം തന്നെ കട്ടിലും അലമാരിയും ഒക്കെ ചേർന്ന് അതിൻ്റെ ഇടയിൽ കുരുങ്ങിയ അവസ്ഥയിലായിരുന്നു ഈ 2 പേരും ഉണ്ടായത്. ആ ബീം ഒരു ഘട്ടത്തിൽ പൊളിച്ചപ്പോൾ ആ മേൽക്കൂര താഴേക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനിടയിൽ ഡോക്ടറെ എത്തിച്ച് വൈദ്യസഹായം നൽകി. ഏതാണ്ട് 3:30 സന്ധ്യയെ ഈ തകർന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. അതിനുശേഷം JCBയും അതോടൊപ്പം തന്നെ വലിയ ഹിറ്റാച്ചിയും ഒക്കെ എത്തിച്ച് 2 മണിക്കൂറുകൾക്ക് ശേഷം ആണ് ബിജുവിനെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈ ഭാഗത്താണ് ബിജുവും അതോടൊപ്പം തന്നെ സന്ധ്യയും കുടുങ്ങിക്കിടന്നിരുന്നത്. വലിയ ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു. ജീവനോടെ 2 പേരെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാവരും നടത്തിയത്. പക്ഷേ സന്ധ്യയെ മാത്രമേ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. 22 കുടുംബങ്ങളുണ്ട്. അവർ നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നു. ആ പ്രദേശത്തെ 22 കുടുംബങ്ങൾക്കും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളും മറ്റുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുകയാണ്. ഇവർക്ക് മതിയായിട്ടുള്ള പുനരധിവാസം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വേഗത്തിൽ യാഥാർത്ഥ്യമാകും എന്ന ആശങ്ക എന്തായാലും നിലനിൽക്കുന്നു. വന്നേക്കണ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാന്നുള്ളത്. ഇത് ഇവിടെ അവിടെ വന്ന് നിങ്ങളോട് ചാനലുകാരോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ TV കാണാനില്ല, ഒന്നും കാണാനില്ല, ഫോൺ വരെ എടുത്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ എന്നെ പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിലവിൽ. ഇപ്പം ഞങ്ങൾ പോണ ക്യാമ്പിലേക്കാണ്. നമ്മൾ തൽക്കാലം ഇവരെ ഇവിടുന്ന് റിലീഫ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രയോറിറ്റി. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ആൾക്കാരെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം പുനരധിവാസത്തിനെ പറ്റി നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നതാണ്. മണ്ണിടിഞ്ഞുപോയ നാട്ടിൽ ഇനി ജീവിതം സാധ്യമല്ല. ഞങ്ങളുടെ ഒരു ജന്മം, ഞങ്ങളെ ഞാനൊക്കെ എനിക്ക് 2 പിള്ളേരാണ്. ആ പിള്ളേരുടെയൊക്കെ ജീവിതം ഇവിടെ തന്നെ, കുഞ്ഞു പിള്ളേരും ഒക്കെ ഇവിടെയുള്ള പിള്ളേരാണ്. ആ ജീവിതം ഞങ്ങളുടെ പാടായ ഒരു മേഖലയാണിത്. ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാനും പറ്റാനും പറ്റില്ല. ഞങ്ങൾ കൂലിവരെ എടുത്ത് ഓർത്തോളം 50,000 രൂപ 1,00,000 വീടിന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതുകൂടാതെ ഞങ്ങളുടെ കാതും കഴുത്തും പറിച്ച് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതായത്. അത് മൊത്തം ഇന്ന് ഞങ്ങൾക്ക് തീർന്നു പോയിരിക്കുക. ഞങ്ങളിതിലെ പോകണം, എങ്ങോട്ട് പോകണമെന്ന് ആരോട് ചോദിക്കണമെന്ന് അറിയാൻ പാടാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയണം. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ ആരോട് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മോനെ ഇനി ജീവിക്കണ എന്തിനാ? ഞങ്ങളുടെ പൊന്നു മോനെ ഇന്ന് പോയേക്കണേ.
ഞങ്ങൾക്ക് ഇവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടിക്കൂടുന്ന പിള്ളേരാണ്. നീ എന്തിനാ ഞങ്ങൾ ജീവിക്കണോ? ഞങ്ങൾക്ക് ജീവിക്കണമെന്നില്ല മോനെ, എനിക്കൊന്നും ജീവിക്കണമെന്നില്ല മോനെ. നീ ഒരിക്കലും ജീവിക്കണ്ട, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പൊ പോവാൻ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. കിടക്കണ എവിടെയെങ്കിലും കിടക്കും. ഞങ്ങൾ ആശുപത്രിയിലാണ് ഇപ്പൊ അഡ്മിറ്റ് ചെയ്തേക്കണത്. ഇന്നലെ രാത്രി 3 മണിക്ക് അഡ്മിറ്റ് ചെയ്തേക്കണം എന്നെ എൻ്റെ ഭാര്യന്. സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല. ഉള്ളതാണ് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഈ 3 സെന്റ് ഉള്ളു അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതൊക്കെ പോയി. ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കും ആൾക്കാർ. അവരതിൽ 10-100 തരും കൊട്ടിന് കൊടുക്കുമ്പോൾ. അപ്പം അതും കൊണ്ടൊക്കെ അരിമേടിച്ചോണ്ട് നിന്നു. അപ്പം അതും ഇല്ലാതായി. വാടക പോലും ചോദിച്ചിട്ട് കിട്ടാനില്ല എന്നുള്ള എവിടെ കിടക്കണ്ട മനസ്സിലായി പോയി. അധികൃതർ വിധിച്ച കുടിയൊഴിപ്പിക്കലിന് നാട് സാക്ഷ്യം വഹിക്കുകയാണ്. മുണ്ടുമുറുക്കിയും കടമെടുത്തും കെട്ടിയ സ്വപ്നങ്ങളെ തനിച്ചാക്കി പ്രാണനും പിടിച്ചുള്ള പലായനം. ക്യാമ്പിലെ ജീവിതത്തിന് വിലപ്പെട്ടത് മാത്രം ഒപ്പം കൂട്ടി. പൂർണ്ണമായും തകർന്ന 6 വീടുകൾക്ക് മുകളിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 7 വീടുകൾ ഏകദേശം പൂർണ്ണമല്ലെങ്കിൽ പോലും അതിൻ്റെ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ നമുക്കവിടെ കാണാം. ആ കെട്ടിടങ്ങളിൽ നിന്നും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രേഖകളും മറ്റുമൊക്കെ ആ രക്ഷാപ്രവർത്തകർ എടുത്തു കൊടുക്കുകയാണ്. ഇനി അവർക്ക് ഈ ഒരു മണ്ണിൽ ജീവിക്കാൻ കഴിയുമോ എന്നതുപോലും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും നിലവിൽ അവരുടെ ആ കെട്ടിടത്തിനുള്ളിലുള്ള ആ അവശേഷിക്കുന്ന സാധന സാമഗ്രികളെല്ലാം ആ കുടുംബത്തിന് കൈമാറുകയാണ്. ഇത് പ്രകൃതിയുടെ മാത്രം പ്രതികാരമാണോ, അതോ മനുഷ്യന്റെ അശ്രദ്ധയുടെ ഫലമോ? യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ കുന്നിടിച്ചു. ഏതു സമയത്തും നിലംപൊത്തുമെന്ന നാട്ടുകാരുടെ നിലവിളിക്ക് അവർ ചെവി കൊടുത്തതേയില്ല. ഇതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ഇതിന്റെ വീതി കൂട്ടൽ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്താണ് അപകട സാധ്യത ഏറെയുള്ളത്. മൂന്നാറിലേക്കുള്ള പ്രധാന പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളെന്നാണ് നാട്ടുകാരൊക്കെ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ വലിയ മിഷനറികൾ കൊണ്ടുവന്ന് ചെങ്കുത്തായ മലകൾ ഇതുപോലെ ചരിച്ചു വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഈ അപകടം ക്ഷണിച്ചു വരുത്തിയത് എന്നതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. താഴെ സൈഡ് വാൾ വാർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള ബ്രേക്കർ കൊണ്ടുവന്നിട്ടുള്ള കല്ല് പൊട്ടിക്കലും കാര്യം, അപ്പം മണ്ണിന് അത്ര ഉറപ്പും കുറവായിരുന്നു. ബ്രേക്കറിൻ്റെ പൊട്ടിച്ചാണ് ആ പ്രശ്നം ഉണ്ടായത്. ഇന്നലെ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഇടിയുന്നുള്ളൊരു പ്രതീക്ഷ ആർക്കില്ലായിരുന്നു. വീട് കംപ്ലീറ്റ് പോകും. അവർ മല കംപ്ലീറ്റ് ഇനി പോകുന്നുണ്ട് രാത്രിയിൽ. അതാണ് സംഭവിച്ചത്. ഇതിൻ്റെ അടിയിൽക്കിടെ ഉറവയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോരാൻ കാരണം. ആ മണ്ണിൻ്റെ ബലക്കുറവാണ്. ഒത്തിരി നാളുകളായിട്ട് ഇവിടെ തന്നെ സ്ഥിരതാമസക്കാരവരെല്ലാവരും. ബിജുവിന്റെ ജീവനെടുത്ത 22 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ദുരന്തത്തിന്റെ ഉത്തരവാദി ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയുമാണ്. കണ്ണിൽ പൊടിയിട്ട് ഭൂമി വീണ്ടും തുരന്നെടുത്തു. ഉള്ളുപൊട്ടിക്കരയുകയാണ് ആ നാട്. ചേതനയറ്റ അച്ഛന് മകളുടെ അന്ത്യചുംബനം. അശാസ്ത്രീയമായ വികസന രീതികൾ ദുർബലമായ മലയോര മേഖലകളിൽ സൃഷ്ടിക്കുന്ന കനത്ത പ്രത്യാഘാതത്തിന്റെ ഫലമായിരുന്നു അടിമാലിയിലെ ഈ മണ്ണിടിച്ചിൽ. ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മൂലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് മണ്ണിനടിയിലാക്കിയത്.